Hi friends! അപ്പോൾ നമ്മൾ ഇന്നൊരു വെജിറ്റബിൾ സ്റ്റൂ ആണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ വെജിറ്റബിൾ സ്റ്റൂ റെഡിയാക്കുന്നതിന് മുന്നായിട്ട് ഞാനിവിടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാം. Hi friends, welcome back. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. Hi friends, അപ്പോൾ നമുക്ക് വെജിറ്റബിൾ സ്റ്റൂ റെഡിയാക്കുന്നതിനായിട്ട് നേരെ കിച്ചണിലേക്ക് പോകാം. വെജിറ്റബിൾ സ്റ്റൂ റെഡിയാക്കുന്നതിനായിട്ട് ഞാൻ 750 ഗ്രാം പൊട്ടറ്റോയും 500 ഗ്രാം ക്യാരറ്റും നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഈ പൊട്ടറ്റോയും ക്യാരറ്റും എടുത്തു വയ്ക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ കുക്കർ അടച്ചു വെച്ച് ക്യാരറ്റും പൊട്ടറ്റോയും വേവിച്ചെടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഗ്രീൻ പീസും നമ്മൾക്ക് ഇതുപോലെ കുക്കറിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ക്യാരറ്റും പൊട്ടറ്റോയും അതുപോലെ ഗ്രീൻ പീസും വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വെജിറ്റബിൾ സ്റ്റൂ റെഡിയാക്കുന്നതിനുള്ള കാര്യങ്ങൾ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കിംഗ് പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 30 ml വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. അതുപോലെ വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തത് 10 അല്ലി ചേർക്കാം. ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഒരു കറുവാപ്പട്ട ചെറിയ കഷ്ണങ്ങളാക്കി ഒടിച്ചത്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തുകൊണ്ട് ഒരു 10 മിനിറ്റ് സമയം കുക്ക് ചെയ്യാം. ഇപ്പോൾ 10 മിനിറ്റ് സമയം ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 6 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾക്കിനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തുകൊണ്ട് ഒരു 2 മിനിറ്റ് സമയം കുക്ക് ചെയ്യാം. ഇനി 1/2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർക്കാം. നമ്മൾ ഈ മൈദപ്പൊടി ചേർക്കുന്നത് സ്റ്റൂവിന് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടുന്നതിനായിട്ടാണ്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തുകൊണ്ട് ഒരു 2 മിനിറ്റ് സമയം കുക്ക് ചെയ്യാം. ഇനി സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 2 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കാം. നമ്മൾക്കിത് നന്നായി മിക്സ് ചെയ്തുകൊണ്ട് ഒരു 2 മിനിറ്റ് സമയം കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തുകൊണ്ട് കുക്ക് ചെയ്യുമ്പോൾ സ്റ്റൗ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം.
ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്ത പൊട്ടറ്റോ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഞാൻ ഈ പൊട്ടറ്റോയുടെ തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിനി ഈ പൊട്ടറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുക്കറിൽ വേവിച്ചെടുത്ത ക്യാരറ്റിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഗ്രീൻ പീസും നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്കിനി ഗ്രീൻ പീസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തുകൊണ്ട് ഒരു 2 മിനിറ്റ് സമയം കൂടി കുക്ക് ചെയ്യാം. ഞാനിതൊന്ന് ക്ലോസപ്പിൽ കാണിക്കാം. ഇപ്പോൾ 2 മിനിറ്റ് സമയം ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 5 ഏലക്കായ ചതച്ചത് ചേർത്ത് കൊടുക്കാം. നമ്മൾക്കിനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നതിനായിട്ട് കുറച്ച് ഉണക്കമുന്തിരിയും അതുപോലെ കുറച്ച് കാഷ്യൂ നട്ടും വറുത്തെടുക്കാം. ഇനി ഇത് നമ്മൾക്ക് വേറൊരു പ്ലേറ്റിലേക്ക് പകർത്തിയെടുക്കാം. ബ്രെഡ് അല്ലെങ്കിൽ അപ്പമാണ് സ്റ്റൂവിൻ്റെ കൂടെ എപ്പോഴും കഴിക്കാൻ നല്ലത്. നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്ത സ്വാദിഷ്ടമായ വെജിറ്റബിൾ സ്റ്റൂ ഞാൻ ഈ പ്ലേറ്റിലേക്ക് പകർത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. വറുത്തെടുത്ത കാഷ്യൂ നട്ടും അതുപോലെ ഉണക്കമുന്തിരിയും സ്റ്റൂവിന് മുകളിലേക്കിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്റ്റൂവിൻ്റെ കൂടെ കഴിക്കാൻ ബ്രെഡാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി വെച്ച് താമസിപ്പിക്കേണ്ട കാര്യമില്ല. ഞാനിത് കഴിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയും UK-യിലെ കൂടുതൽ വീഡിയോസും വിശേഷങ്ങളുമായി നമ്മൾക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായ പ്രകാരം ഇനിയുള്ള എൻ്റെ എല്ലാ കുക്കിംഗ് വീഡിയോസുകളിലും UK-യിലെ മനോഹരമായ സ്ഥലങ്ങളും കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കാം.